ഓണം പ്രമാണിച്ച് ഇത്തവണ ക്ഷേമ പെൻഷൻ നേരത്തെ തന്നെ വീടുകളിലെത്തും. എന്നാൽ ഇത്തവണ പെൻഷൻ 3000 ആയിരിക്കുമോ എത്തുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വർധനയുമായി ബന്ധപ്പെട്ട് വൻ കാലതാമസമുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി സഭയിൽ ഓർമ്മിപ്പിക്കുന്ന അവസരമുണ്ടായിരുന്നു. 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കുമെന്നായിരുന്നു അന്ന് നൽകിയ വാഗ്ദാനം. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും മുടങ്ങാതെ പെൻഷൻ നൽകാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പെൻഷൻ 3000 രൂപയാക്കുമെന്നത് LDFന്റെ വാഗ്ദാനം പോലെ ആയിരിക്കില്ലെന്ന് മുഖ്യമന്ത്രി എടുത്തു പറയാറുണ്ട്. എന്നാൽ 4.25 വർഷക്കാലം തുകയിൽ 1 രൂപ പോലും വർദ്ധിപ്പിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പത്തെ ആഴ്ചയിലാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അത്തരം ഒരു കാലതാമസം ഈ സർക്കാർ വരുത്തില്ലെന്നും നൽകിയ വാഗ്ദാനം എത്രയും വേഗം പാലിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. ഓണം പ്രമാണിച്ച് ഇത്തവണ ക്ഷേമ പെൻഷൻ നേരത്തെ വീടുകളിലെത്തും. എന്നാൽ ഇത്തവണ പെൻഷൻ 3000 ആയിരിക്കുമോ എത്തുക എന്ന ആകാംക്ഷ ഏവർക്കുമുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കാണ് പലരുടെയും മനസ്സിലുള്ളത്. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഫെബ്രുവരിയിലായിരുന്നു ഈ പദ്ധതി ആരംഭിച്ചത്. സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ല ഈ പദ്ധതിയെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ച ശേഷം അറിയിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. AC വെച്ചതുകൊണ്ട് പെൻഷൻ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികളും ഉയരുകയാണ്. അത്തരത്തിൽ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പല പരാതികളും ഉയർന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അനർഹരായ ചില ആളുകളും പദ്ധതിയിലുണ്ട്. അർഹരെ ഉൾക്കൊള്ളിക്കാനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു സംവിധാനം സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചത്. ആ പദ്ധതിയാണ് ഇനി ബാങ്കുകളിൽ പണം നേരിട്ടെത്തും എന്നത്. എന്നാൽ അതും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്ക് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.